കാർപ്പൻട്രി വർക്കേഴ്സ് യൂണിയൻ CITU കാസർഗോഡ് ജില്ലാ സമ്മേളനം പിലിക്കോട് സമാപിച്ചു. പടുവളത്തെ EMS ഭവനിൽ സംഘടിപ്പിച്ച സമ്മേളനം CITU കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ VPP മുസ്തഫ ഉദ്ഘാടനം ചെയ്തു. This news sponsored by Shobhika Weddings, Big Mall, Kanyanad, Kozhikode, Koilandi and Kutyadi. ക്ഷേമനിധി ആനുകൂല്യങ്ങളും പെൻഷനും കൃത്യമായി വിതരണം ചെയ്യണമെന്ന് കാർപ്പൻട്രി വർക്കേഴ്സ് യൂണിയൻ CITU കാസർഗോഡ് ജില്ലാ സമ്മേളനം പ്രധാന പ്രമേയമായി സർക്കാരിനോട് ആവശ്യപ്പെട്ടു. പിലിക്കോട് പടുവളത്തെ EMS ഭവനിൽ സംഘടിപ്പിച്ച സമ്മേളനത്തിന് തുടക്കം കുറിച്ച് യൂണിയൻ ജില്ലാ പ്രസിഡന്റ് K. ബാബു പതാക ഉയർത്തി. തുടർന്ന് CITU കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ VPP മുസ്തഫ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പൊതുവെ നമ്മുടെ രാജ്യത്ത് എല്ലാ തൊഴിൽ മേഖലയും പ്രതിസന്ധിയിലാണ്. ആ തൊഴിൽ മേഖലകൾ തൊഴിലില്ലാത്തത് കൊണ്ടല്ല, നമ്മുടെ രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റുകൾ സ്വീകരിക്കുന്ന നയങ്ങളുടെ ഭാഗമായിട്ട് എങ്ങനെയാണ് ഈ കോർപ്പറേറ്റ് മുതലാളിമാർക്ക് വേണ്ടി എടുക്കുന്ന നയങ്ങളുടെ ഭാഗമായി തൊഴിൽ മേഖല പ്രതിസന്ധിയിലാകുന്നത്. അതിന്റെ തെളിവാണ് IT രംഗത്തെയൊക്കെ ഈ പ്രതിസന്ധി. സമാനമായ നിലയിലാണ് ഇന്നിപ്പോ ഈ മരപ്പണി എന്ന് പറയുന്ന നമ്മുടെ കാർപ്പൻട്രി എന്നൊക്കെ കുറച്ചുകൂടി നമ്മൾ ഇംഗ്ലീഷ് വാക്കൊക്കെ ചേർത്ത് പിടിക്കുന്ന തൊഴിൽ മേഖല നേരിടുന്ന പ്രതിസന്ധി എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ലോകത്തിലെ ആദ്യത്തെ തൊഴിൽ രംഗങ്ങളിൽ ഒന്നാണ് ഈ മരപ്പണി എന്ന് പറയുന്നത്. ലോകത്തിലെ എല്ലാ പുരാതന സംസ്കാരങ്ങളിലും കല്ലാശാലിയുണ്ട്, മകാശാലിയുണ്ട്. ജില്ലാ സെക്രട്ടറി PP രാജീവൻ പ്രവർത്തന റിപ്പോർട്ടും KV കുഞ്ഞികൃഷ്ണൻ രക്തസാക്ഷി പ്രമേയവും O. ബാബു അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. CITU ജില്ലാ സെക്രട്ടറി KV ജനാർദ്ദനൻ, MV ചന്ദ്രൻ, C. ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. സംഘടക സമിതി ചെയർമാൻ K. പ്രഭാകരൻ സ്വാഗതം പറഞ്ഞു. KV കുഞ്ഞികൃഷ്ണൻ, സന്തോഷ് കുമാർ, രാഘവൻ, O. ബാബു, B. ചന്ദ്രൻ, ജനാർദ്ദനൻ, K. രാജൻ, ദിവാകരൻ, N. രവീന്ദ്രൻ, K. ബാബു, VP രാജീവൻ, K. മോഹനൻ, ശശികുമാർ എന്നിവരടങ്ങിയ വിവിധ സബ് കമ്മിറ്റികളാണ് സമ്മേളനം നിയന്ത്രിച്ചത്. യൂണിയൻ ജില്ലാ കമ്മിറ്റിയുടെ പുതിയ ഭാരവാഹികളായി VP രാജീവിനെ സെക്രട്ടറിയായും KV കുഞ്ഞികൃഷ്ണനെ പ്രസിഡന്റായും O. ശശികുമാറിനെ ട്രഷററായും തിരഞ്ഞെടുത്തു. B. ചന്ദ്രൻ, O. ബാബു എന്നിവർ ജോയിന്റ് സെക്രട്ടറിമാരായും K. മോഹനൻ, K. രാജൻ എന്നിവർ വൈസ് പ്രസിഡന്റുമാരായും തിരഞ്ഞെടുക്കപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.